ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഒരു ഞാനൊരു ജോബിലേക്ക് എത്തിയ ഒരു ജേർണി ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതേപോലെ പുതുതായിട്ട് ഇവിടെ ജോബൊക്കെ അന്വേഷിച്ചു വരുന്നവർക്ക് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ ചെയ്താൽ ഒരു പുതിയ ജോബിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറെ പേര് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലായാലും എന്റെ കമന്റ് സെക്ഷനിലായാലും എപ്പോഴും ചോദിക്കാറുണ്ട്, വേക്കൻസി ഉണ്ടോ, എങ്ങനെയാ ജോബ് കിട്ടി, എന്താ ചെയ്യുന്നതെന്നൊക്കെ. സോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്. ഞാനിവിടെ 2 years ആയി ഇപ്പൊ വർക്ക് ചെയ്യുന്നു. ഞാൻ B.Pharm കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് PG ഫാർമസ്യൂട്ടിക്സില് PGയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ഒരു ജോബിലേക്കുള്ള ജേർണി എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടില് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്റെ PG കഴിഞ്ഞ് അപ്പത്തേനും എന്റെ മാരേജ് ആയിരുന്നു. സോ മാരേജ് കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് ഞാൻ UAE വരുന്നത്. UAE വന്ന ശേഷം എല്ലാരെയും പോലെ തന്നെ ഓഫ് കോഴ്സ് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇവിടെ വേറെ ഒരു കൺട്രിയിൽ പോയിട്ട് അവിടെ ജോബ് ചെയ്യാന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു 1 month എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ അവിടെ എക്സ്പ്ലോർ ചെയ്ത് ദുബായിക്ക് കറങ്ങി കണ്ടു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 1 monthന് ശേഷമാണ് ഞാൻ ജോബൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള യാതൊരുവിധ ഐഡിയകളും എനിക്ക് അപ്പൊ ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ഫ്രണ്ട്സ് ആണ് എന്റെ കൂടെ പഠിച്ചിട്ട് എന്നെക്കാൾ മുമ്പേ, അതായത് UAE വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് അറിവുകൾ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന സ്ഥലത്തൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്താൽ ഒരു ജോബിലേക്ക് എനിക്ക് എത്തിപ്പെടാന്നുള്ള ചെറിയ ചെറിയ ഐഡിയകളൊക്കെ എല്ലാവരും പോലെ തന്നെയും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇവിടെ വന്ന് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ UAE മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് എടുക്കണം. അതിനുശേഷം നമുക്ക് ലൈസൻസ് ആയ ശേഷം മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ ദുബായ് ആണ് DHA, ഷാർജ ആണ് MOH, അബുദാബി ആണ് ഹാദ, അങ്ങനെ ഓരോ എമിറേറ്റ്സിനനുസരിച്ചിട്ട് അത് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. സോ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ എന്റെ ലൈസൻസ് DHA ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ എനിക്ക് ഈ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന ശേഷം ഒരു 1 month ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ജോബ് അപ്ലൈ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇത് വരുന്നത്. എല്ലാവർക്കും കൊണ്ട് ഇവിടെ വന്ന ശേഷം പെട്ടെന്ന് ജോബിലേക്ക് കയറാം, അതായത് ഈ മാരേജ് ഒക്കെ കഴിഞ്ഞ് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ ജോബിലേക്ക് കയറാന്നുള്ള ഒരു ഇത് ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് ജോബ് എല്ലാവരും നോക്കി തുടങ്ങുക. അതേപോലെ തന്നെയായിരുന്നു ഞാൻ. സോ 1 month കഴിഞ്ഞ് അപ്പോഴും ലൈസൻസ് ഇല്ല കേട്ടോ. അപ്പൊ ട്രെയിനി നമുക്ക് DHA ലൈസൻസ് ഇല്ലാതെ ഇവിടെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാം. ചെയിൻ ഫാർമസീസ് ഉണ്ട്, അതായത് ഗ്രൂപ്പ് ഓഫ് ഫാർമസീസ് ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് ലൈസൻസ് ഇല്ലാതെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ്, അതായത് DHA എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് 2 years, അതായത് ദുബായിയുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി 2 years എക്സ്പീരിയൻസ് വേണം. സോ നാട്ടിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. സോ ഇവിടെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു എന്താണ്, എനിക്ക് നേരെ അതായത് എക്സാം എഴുതിയിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ട്രെയിനി ആയിട്ടാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് അതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ഇന്റൻഷൻ കൂടി ആണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത് ട്രെയിനി ആയിട്ട്. സോ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലുള്ള ഫാർമസി സിസ്റ്റവും UAE ഫാർമസി സിസ്റ്റവും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ട്. മെഡിസിൻ സെയിം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളും എന്താണ് അതിന്റെ കോമ്പിനേഷൻസും ഇവിടെ വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന സപ്ലിമെന്റ്സും കോസ്മെറ്റിക്സും ഒക്കെ ഡിഫറെന്റ് ആണ്. സോ അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ ഒരു ട്രെയിനി ആയിട്ട് നിന്നുകൊണ്ട് എല്ലാം പഠിച്ചിട്ട് നേരെ ഫാർമസിയിലോട്ട് കയറാം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ തന്നെയായിരുന്നു കേട്ടോ എന്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞല്ലോ, DHA എക്സാം എഴുതിയില്ല അപ്പോഴും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് വഴി കുറച്ച് HR മെയിൽ ഐഡികളൊക്കെ സംഘടിപ്പിച്ചു. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതേപോലെ ട്രെയിനി ആയിട്ട് കയറിയവരും ഫാർമസിസ്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ അവരുടെ HR മെയിൽ ID ആണ് ഞാൻ ആദ്യം ഒരു ജോബിന് വേണ്ട പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത്. ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് HR മെയിൽ ID കളക്ട് ചെയ്യലാണ്. സോ അങ്ങനെ മെയിൽ IDs ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ ഒരു CV ഉണ്ടായിരുന്നു. എന്റെ പഴയ CV ഞാൻ പ്രത്യേകമായിട്ട് CV ഒന്നും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ PG കഴിഞ്ഞപ്പോൾ പ്രിപ്പയർ ചെയ്തൊരു CV അത് അയച്ചു.
അത് അയച്ചപ്പോ അപ്പൊ ട്രെയിനീസിന് ഒരുപാട് ഹയർ ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു. 2 years ബാക്കിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ 2 years ബാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ വിളിക്കുന്നത്, കാരണം അപ്ലൈ ചെയ്യുന്നവരൊക്കെ വിളിക്കുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പൊ അവര് എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. സോ ഇന്ന് CV അയച്ചു, നാളെ തന്നെയായിരുന്നു ഇന്റർവ്യൂ. അങ്ങനെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലോ, അപ്പൊ കുറച്ചൊരു ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് ഞാൻ പക്ഷെ ഒരുപാട് പഠിച്ചൊക്കെയാണ് പോയത്. പക്ഷെ മുമ്പ് എന്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കില്ല, ജസ്റ്റ് സെൽഫ് ഇൻട്രോഡക്ഷൻ, പിന്നെ നമ്മുടെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഞാൻ എന്നാലും കുറച്ചൊക്കെ, നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണല്ലോ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനും പ്രീവിയസ് എക്സ്പീരിയൻസും അങ്ങനത്തെ 1-2 കാര്യങ്ങളേ ചോദിച്ചുള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വന്നു. പിന്നെ പിറ്റേ ദിവസം മെയിൽ വന്നു, സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആണ് ഞാൻ ആ ഒരു ഫസ്റ്റ് ജോബിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ട്രെയിനി ആണെങ്കിൽ കൂടെ എന്റെ ഒരു ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് അതായിരുന്നു. അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നു. പക്ഷെ ആ ജോയിൻ ചെയ്യുമ്പോഴും എന്റെ മൈൻഡിൽ എനിക്ക് കുറച്ച് ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഞാൻ അവിടെ ജോബ് ചെയ്തുകൊണ്ട് തന്നെ എന്റെ DHA എക്സാം ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മെഡിസിൻസിനെ പറ്റിയും സപ്ലിമെന്റ്സിനെ പറ്റിയും കോസ്മെറ്റിക്സിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കണം, എല്ലാം പഠിക്കണം എന്നൊക്കെ. സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഞാൻ എന്റെ ഫസ്റ്റ് ജോബിലേക്ക് പോവുകയാണ്. അവിടെ എത്തി. ഇവിടുത്തെ ഫാർമസി എന്നൊക്കെ പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. അത്രയും സാധനങ്ങളുണ്ട്, മെഡിസിൻസ് മാത്രമല്ല, ഒരുപാട് സപ്ലിമെന്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള സപ്ലിമെന്റ്സും കോസ്മെറ്റിക്സും, അങ്ങനെ പല പല കാര്യങ്ങളാണ്, ഈ എക്യുപ്മെന്റ്സ്, അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് ഫാർമസിയിലുള്ളത്. സോ ഞാൻ ഒരു സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. സോ എല്ലാം ഞാനൊരു നോട്ടും എടുത്തിട്ടാണ് പോകുന്നത് ഫാർമസിയിലേക്ക്. എല്ലാം ഞാൻ A to Z നോട്ട് ചെയ്ത് ഏകദേശം ഇവിടെയുള്ള കാര്യം, ഇവിടെ ഒരു ഫാർമസി എന്ന് പറയുന്നത് എല്ലാ ഫാർമസിയിലും ഓൾമോസ്റ്റ് ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ പേര് ചിലപ്പോൾ സപ്ലിമെന്റ്സിന്റെ ഫാർമസി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറുന്നല്ലാതെ കണ്ടന്റും ആക്ഷനും ഒക്കെ സെയിം തന്നെയാണ്. സോ ഞാൻ നോട്ട് ചെയ്ത് എല്ലാം പഠിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ അതൊക്കെ ഈ ഒരു ജസ്റ്റ് നോട്ടിങ് ഫാർമസിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ ആയി കഴിഞ്ഞ ശേഷം ഞാൻ DHA പഠിക്കാൻ തുടങ്ങി. ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ, ഞാൻ തന്നെ പഠിക്കുകയായിരുന്നു. കാരണം ഞാൻ അതായത് UG കഴിഞ്ഞു, അപ്പൊ തന്നെ PG ജോയിൻ ചെയ്തു. PG കഴിഞ്ഞ് ഞാൻ പിന്നെ എന്റെ മാരേജ് ആയിരുന്നു. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇല്ലായിരുന്നു. സോ എനിക്ക് സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കണക്ഷൻ ഉള്ളത് കൊണ്ട് അതൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് എന്റെ ഞാൻ BPharm PG ഒക്കെ പഠിക്കുമ്പോൾ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. എന്റെ ഒരു ശീലമായിരുന്നു എപ്പോഴും എന്ത് ഞാൻ പഠിക്കുമ്പോഴും അതിന്റെ ഒരു ഷോർട്ടായിട്ട് എഴുതി വെക്കുക എന്നുള്ളത്. സോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. DHA പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോച്ചിങ്ങിന് പോയി എക്സ്ട്രാ ടൈമും ക്യാഷും ഒന്നും കളയേണ്ടി വന്നിട്ടില്ല. സോ അത് വെച്ചിട്ട് ഞാൻ പഠിച്ചു. ഒരു 1 month ഫുൾ പഠിച്ചു കേട്ടോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയിലും തിരിച്ചു വരുന്ന വഴിയിലും, പിന്നെ അവിടെ എക്സ്ട്രാ നമുക്ക് ടൈം കിട്ടുമല്ലോ, ഈ പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ഒക്കെ ഇരുന്ന് പഠിച്ചു. അങ്ങനെ DHA എക്സാം ക്ലിയർ ചെയ്തെടുത്തു. പക്ഷെ ഈ ട്രെയിനി ആയിട്ടുള്ള എന്റെ ഞാൻ അവിടെ 4 months വർക്ക് ചെയ്തുള്ളൂ കേട്ടോ. ആ ഒരു 4 months എന്ന് പറയുന്നത് ഞാൻ അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. ഞാൻ എന്റെ ആ ഒരു വർക്ക് അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് അത്ര ഒരു ഫേവറായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കേട്ടോ, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഈവൻ കൊളീഗ്സ് ആയാൽ പോലും അത്ര ഫ്രണ്ട്ലി ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഞാൻ എന്നും വീട്ടിൽ വന്നിട്ട് ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു ആ ഒരു 4 മാസം എന്ന് പറയുന്നത്. എനിക്ക് ഒരു ലൈഫിലും വർക്കിലും ഒരു ബാലൻസ് ഇല്ല. പിന്നെ ഭയങ്കര ഒരു ലോൺലി ഫീലിംഗ് ആയിരുന്നു. ഈവൻ അർജുൻ കൂടെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഡെയിലി 8 hours 9 hours ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആ സ്ഥലം കൊള്ളില്ലെങ്കിൽ നമ്മളെ മെന്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കും. സോ ഞാൻ ആ ഒരു ജോയിൻ ചെയ്ത ഒരു 2 monthsനുള്ളിൽ ഞാൻ ഡിസൈഡ് ചെയ്തു ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല. എങ്ങനെയും DHA ക്ലിയർ ആയിട്ട് എനിക്ക് വേറെ സ്ഥലത്തേക്ക് ജോബ് കിട്ടണം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോബ് കിട്ടണം. ആ ഒരു എന്നെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഞാൻ പഠിച്ചു. ഒരു ചെറിയ സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെയാണ് എക്സാം ക്ലിയർ ആയത്.
എക്സാം ക്ലിയർ ആയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ജോബ് കിട്ടാന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ്. അന്നത്തെ ടൈമിലും ട്രെയിനി ആയിട്ടൊക്കെ കിട്ടാൻ ഈസി ആണെങ്കിൽ ഫാർമസിസ്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത്, കുറച്ച് നല്ല സ്ഥലത്ത് കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നാലും ഞാൻ പിന്നെ നല്ല സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എന്റെ സി വി ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു സി വിയിലേക്ക് കൺവേർട്ട് ചെയ്തു. കുറച്ചുകൂടെ കൺസൈസ് ആക്കി, വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചു, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ. എന്റെ നെയിം, എക്സ്പീരിയൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത് ആസ് എ ട്രെയിനി, ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനി ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ അഡീഷണലി അതും കൂടി എനിക്ക് സി വിയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ സി വി കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ ലിങ്ക്ഡിൻ ഇല്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ, അതിൽ ഞാനൊരു പ്രൊഫൈല് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെയാണ് ആ പ്രൊഫൈലും കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ അത്യാവശ്യം നല്ല കണക്ഷൻസും കുറച്ച് എനിക്ക് കുറെ അപ്ഡേഷൻസ് അതിൽ പിന്നെ വരാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് കേട്ടോ. എന്റെ DHA കഴിഞ്ഞ ശേഷം ഞാൻ ഷടപടേന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് അപ്പൊ പിന്നെ അതിൽ കുറെ വേക്കൻസീസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അതുവഴിയാണ് ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങി. അതിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ജോബ് ഒരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവരെനിക്ക് റിപ്ലൈ അയച്ചു. ഇപ്പൊ അവര് എന്തോ അവര് വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അയച്ചപ്പോ എനിക്ക് വന്ന റിപ്ലൈ, ഇപ്പൊ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലർക്ക് ഇങ്ങനെ, പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഞങ്ങള് ഈ ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഹയറിംഗ് സ്റ്റോപ്പായി, അങ്ങനെ പല കാര്യങ്ങളായിട്ട് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തു, ലിങ്ക്ഡിൻ വഴിയാണ്. വേറെ എനിക്ക് കണക്ഷനോ റെക്കമെൻഡേഷനോ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, അതുവഴി അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 2 years ഈ സെയിം പ്ലേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്ക് ഇന്റർവ്യൂ കോൾ വരുന്നത്. ഇന്റർവ്യൂ കോൾ വന്ന്, അതിനും ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിറങ്ങി UAE വന്നിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോകുമ്പോൾ, ദുബായിലൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഞാൻ ആർജുന്റെ അടുത്ത് പറയായിരുന്നു, ഒരു ഫാർമസി കാണിച്ചിട്ട് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണമായിരുന്നു. ആ ഒരു സെയിം സ്ഥലത്തു നിന്നാണ് പിന്നെ എനിക്ക് കോൾ വന്നത്. അപ്പൊ ഞാൻ ഐ വാസ് വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അങ്ങനെ അത് കണ്ടപ്പോ അവര് വിളിച്ചിട്ട്, ഇന്ന് ഇവിടെ നിന്നാണ് വിളിക്കുന്നത്, സോ നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ എത്രയൊക്കെയാണെന്ന് ചോദിച്ചു. ഞാനൊരു റേഞ്ച് പറഞ്ഞു. ഓക്കെ, വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവര് മെയിൽ അയച്ചു, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ട് അവര് മെയിൽ അയച്ചു. അങ്ങനെ എന്റെ ലൈഫില് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും പോയൊരു ഇന്റർവ്യൂ ഇതായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാല്. അങ്ങനെ ആദ്യത്തേനേക്കാൾ കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് എന്നോട് തന്നെ ഞാനൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്കൊരു നല്ല ജോബ് കിട്ടണം. ഞാൻ ഇത്രയും കാലം കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്റെ ലൈഫ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു ജോബ് കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫാർമസി ഗ്രൂപ്പിനെ പറ്റി എനിക്ക് അറിയാം. ഞാൻ കുറെ അന്വേഷിച്ചു അതിനെ പറ്റിയൊക്കെ. അപ്പം എനിക്കറിയാൻ പറ്റിയത് അവിടെ അധികം ഇന്ത്യൻസ് ഇല്ല. അതൊരു അറബിക് മാനേജ്മെന്റ് ആയിട്ടുള്ള കമ്പനിയാണ്. സോ കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്നാണ് എല്ലാരും പറഞ്ഞത്. എന്നാലും ഞാൻ നല്ല കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് പോയത് കേട്ടോ. ഒരു ഐഡിയ ഇല്ല, കാരണം അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളെ എനിക്ക് അറിയില്ല, അവിടെ ഉള്ളവരെ അറിയില്ല, ഒന്നും. ആ ഒരു കമ്പനി ഗ്രൂപ്പിന്, ആ ഒരു ഗ്രൂപ്പിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. എന്നാലും അവരെ പറ്റി ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി അത്യാവശ്യം പഠിച്ചു, കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു 3 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ അവരെ പറ്റി എന്തൊക്കെ അറിയാം, അവരെ പറ്റി എങ്ങനെ അറിഞ്ഞു, എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് അത്രയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിന്. കുറച്ച് ആളുകൾ, എല്ലാം അറബിക് ആയിട്ടുള്ള അറബിക് റീജിയനിലുള്ള ആളുകളായിരുന്നു. അതില് 1-2 ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഒരാളെ ഞാൻ അന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, സത്യം പറഞ്ഞാല്. ഒരാൾ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയായിട്ട്, നീറ്റായിട്ട്, ക്ലീൻ ആയിട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും എല്ലാവരും ഇങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നാലും സ്റ്റിൽ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. കിട്ടാണ്ടിരിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷെ എന്നാലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ 2ാമത്തെ റൗണ്ട് ഇന്റർവ്യൂ കോൾ വന്നു. 2ാമത്തെ റൗണ്ട് അവിടുത്തെ ഒരു മാനേജറുമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട്. ആദ്യത്തെ ഫേസ് ടു ഫേസ് തന്നെയായിരുന്നു ഒരു ഇന്റർവ്യൂ.
അപ്പോൾ അവരതില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സബ്ജക്ട് വൈസ് ഉള്ള ഇന്റർവ്യൂ ആണ്. സോ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വരണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ PHA എക്സാമിന് വേണ്ടി എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയപ്പോ അങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പോയി കുറച്ച് ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ അവര് കൊടുത്ത സ്ഥിതിക്ക് എന്തൊക്കെ ചോദിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെത്തി. അവരുടെ ക്വസ്റ്റ്യൻസ് നല്ല ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര ഫാർമക്കോളജിയും സ്യൂട്ടിക്സും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. ഞാനിവിടെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഓഫ്കോഴ്സ് ഞാൻ അത് CV കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോ UAE-യിലുള്ള സപ്ലിമെന്റ്സ്, മെഡിസിൻസ്, കോസ്മെറ്റിക്സ്, പിന്നെ ഫാർമസി, സെയിൽസ്, അങ്ങനെ കുറെ ആവറേജുകൾ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ബട്ട് താങ്ക് ഗോഡ് എനിക്കെല്ലാം പറയാൻ പറ്റി പഠിച്ചത് കൊണ്ടും. പിന്നെ ഞാൻ അവിടെ എത്തി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫാർമസിനെ പറ്റി മൊത്തമായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വിട്ടുപോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. കാരണം ഇതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത് ഞാൻ എല്ലാത്തിനും പഠിച്ചുകൊണ്ടാണ്. അല്ലാതെ നമ്മളിപ്പോ ബിഫാം കഴിഞ്ഞ ഒരു 2 months 3 months ഒക്കെ കഴിഞ്ഞ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ മെമ്മറിയിൽ അത്രയും ഇത്രയും കാലം ഇതൊന്നും നിൽക്കില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് തോന്നുന്നു കേട്ടോ ഇന്റർവ്യൂ. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. തിരിച്ചു വന്ന് വീട്ടിൽ അർജുന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം കിട്ടില്ല എന്ന്, ആളെ എടുക്കുന്നില്ല, ഇന്ത്യൻസിനെ എടുക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ തേർഡ് റൗണ്ട് ഇന്റർവ്യൂ ഭാഗ്യത്തിന് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ മെയിൻ മാനേജറുമായിട്ടുള്ള ഇന്റർവ്യൂ, മെയിൻ MD മാനേജർ അങ്ങനെ ഒരാളായിരുന്നു ആയിട്ടുള്ള ഇന്റർവ്യൂ. അവർ കുറെ ഡയബറ്റീസിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. മെറ്റ്ഫോമിൻ എന്താണ്, മെറ്റ്ഫോമിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ അതും ആൻസർ ചെയ്യാൻ പറ്റി കേട്ടോ, ദൈവം സഹായിച്ചു. അങ്ങനെ ആ മൂന്ന് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വന്നു, ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഒക്കെ പറഞ്ഞിട്ട്. കോളല്ല, മെയിലാണ് തോന്നുന്നു, മെയിൽ വന്നു. അങ്ങനെയാണ് പിന്നെ അവര് സാലറി ഓഫർ ലെറ്റർ അയച്ച ശേഷം എനിക്ക് ആ സാലറി ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു റേഞ്ചിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ കമ്പനീസ് ഇങ്ങനെയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയാണ് ഇന്നുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ജോബിന് എത്തുന്നത്. ഞാൻ ഫസ്റ്റ് ജോബ്, അതായത് എന്റെ ആദ്യത്തെ ട്രെയിനി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലവും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട്. പല കാര്യങ്ങളിലും ഒരുപാട്, അത് എല്ലാ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഈവൻ മാനേജേഴ്സ് ആയിട്ടൊക്കെ എനിക്ക് നല്ല കണക്ഷൻ ഉണ്ട്. എന്തൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയി. എന്റെ പ്രൊഫഷണൽ ലൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആയപ്പോ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റി. കാരണം നമുക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് പിറ്റേ ദിവസം ടെൻഷൻ അടിച്ചു പോവണ്ട. അതായത് അയ്യോ എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് പോകണ്ട. ഭയങ്കര കൂളായിട്ട് ഞാൻ ഓരോ ദിവസവും പോകാൻ തുടങ്ങി. അങ്ങനെയാണ് 2 years ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു അവിടെ. അതായിരുന്നു എന്റെ ഒരു ഇന്റർവ്യൂ, ഞാൻ ജോബിലേക്ക് എത്തിയ ഒരു ജേർണി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അപ്ലൈ ചെയ്യുക, എങ്ങനെയാ ജോബ് കിട്ടിയെന്ന്. എനിക്ക് ജോബ് കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ. അതുവഴിയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നത്. ജോബ് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് വന്നത്. പിന്നെ ഓഫ് കോഴ്സ് എന്റെ ഈ ഒരു എക്സ്പീരിയൻസ്, ഒരു 4 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു 4 മാസം ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ആ കാര്യങ്ങളിലൂടെ എനിക്ക് കുറച്ച് മുമ്പോട്ടേക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതും ഒരു ഫാക്ടറാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജോബിനേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് ആ 2 years മുമ്പുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ കുറച്ചുകൂടെ ടൈറ്റ് ആണ്. ഈവൻ ട്രെയിനി ആയിട്ട് കിട്ടാൻ പോലും ഭയങ്കര ഡിഫിക്കൽട്ടാണ് പല സ്ഥലത്തും. പിന്നെ സാലറി ഒക്കെ കുറവാണ്. സാലറി എന്ന് പറയുന്നത് കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ ഏത് ഫേമിൽ പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാലറി റേഞ്ച് ഒക്കെ. എന്നാലും അത്യാവശ്യം ഒരുവിധം ചെയിൻ ഫാർമസീസ് ഒക്കെ ഒരു മോശമല്ലാത്ത സാലറി കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ DHA പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ബിഫാം ഒരു ഡിഗ്രി വേണം, അക്രഡിറ്റഡ് കോളേജ് എന്നുള്ള ഒരു ഡിഗ്രി, പിന്നെ
2 years എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. 2 years എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എംഫാം ഉണ്ടെങ്കിൽ നമുക്ക് 1 year പാർട്ട് ടൈമും 1 year ഫുൾ ടൈമും കാണിച്ചിട്ട് DHA എഴുതാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ PGന്റെ കൂടെയുള്ള പാർട്ട് ടൈമും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 year എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട്, ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. DHA എന്ന് പറയുന്നത് എക്സാമും ഉണ്ട് ഡേറ്റ ഫ്ലോയും ഉണ്ട്. ഡേറ്റ ഫ്ലോയിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ അറ്റസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യാമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് 8 hours ആണ്. പിന്നെ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 8 hours ഉള്ളവരുണ്ട്, 9 hours ഉള്ളവരുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസീസിനെ പറ്റിയല്ല, കമ്മ്യൂണിറ്റി ഫാർമസീസിനെ പറ്റിയാണ് കേട്ടോ, അതായത് പുറത്തുള്ള ഫാർമസീസ്. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്ത പ്ലേസിൽ 9 hours ആയിരുന്നു. ഇപ്പം 8 hours ആണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി വരുന്നത്. അതിൽ നമുക്ക് ½ an hour ബ്രേക്കും ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ ജോബ് എന്ന് പറയുന്നത് നാട്ടിലുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നാട്ടിൽ ജസ്റ്റ് മെഡിസിൻ ആണെങ്കിൽ ഇവിടെ മെഡിസിൻ മാത്രമല്ല, അതിന്റെ കൂടെ കോസ്മെറ്റിക്സും സപ്ലിമെന്റ്സും പിന്നെ എക്യുപ്മെന്റ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മെഡിസിൻ ആണെങ്കിൽ തന്നെ ഇൻഷുറൻസ് വരും, അതിന്റെ അപ്രൂവൽ എടുക്കണം. പിന്നെ മെഡിസിനിൽ തന്നെ കൺട്രോൾ മെഡിസിൻ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട്. അത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് അതിനായിട്ടൊരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ടിലാണ് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നത്. അതും കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ടാബ്ലറ്റിന് പോലും പ്രത്യേക റെക്കോർഡും അതിന് കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഓൺലി മെഡിസിൻസ് ആണ്, നമ്മൾ ഫാർമസിസ്റ്റിന് മാത്രമേ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. സോ അതൊക്കെ നിങ്ങൾ ഇവഞ്ച്വലി പഠിക്കുന്ന കാര്യങ്ങളാണ് ജോബ് കിട്ടിയ ശേഷമുള്ളത്. എന്നാലും ഞാനൊരു ജോബിനെ പറ്റിയുള്ള ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സപ്ലിമെന്റ്സും കോസ്മെറ്റിക്സും ഒക്കെ ഇറങ്ങിയിരിക്കണം അവിടെ. നമ്മളിപ്പോ നാട്ടിലിപ്പം ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകുന്ന പോലെ ഇവിടെ അധികം ഫാർമസിയിലോട്ടാണ് ആളുകൾ വരിക. എന്റെ ഫേസിൽ പിമ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഫേസിന് ഇന്ന കാര്യങ്ങൾ വേണം, എന്ത് സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ നമ്മളെടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസേ പോകുന്നതായിരിക്കും. സോ നമുക്ക് സ്കിൻ കെയർ അറിഞ്ഞിരിക്കണം. സപ്ലിമെന്റ്സിന്റെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സപ്ലിമെന്റ്സ് ഒക്കെ ചോദിച്ച് പലരും വരും, ഫാർമസിയിലോട്ട് വരും. സോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഇന്നതിനൊക്കെയാണ്, ഇന്ന ഐറ്റമാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പോ ഗൂഗിളിൽ നിന്നായാലും എവിടുന്നായാലും നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുന്നത് ഇവിടുത്തെ ഒരു അതായത് ഫാർമസി റിലേറ്റഡ് വർക്ക്സിന് ഒരു ഭയങ്കര എന്താണ് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ അപ്ഡേറ്റ് ആയിരിക്കാനുള്ളത്. പിന്നെ എല്ലായിടത്തും കോമ്പറ്റീഷൻ ആണ്. ഓഫ് കോഴ്സ് ഈ കമ്മ്യൂണിറ്റി ഫാർമസി, നമ്മളെ ചെയിൻ ഫാർമസീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും, നമുക്ക് കുറെ പുഷ് ലിസ്റ്റുകൾ ഉണ്ടാവും. നമുക്ക് ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില കോസ്മെറ്റിക്സ് ഐറ്റംസ്, ചില സപ്ലിമെന്റ്സ് നമ്മൾ പുഷ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് 1 month നിങ്ങൾ ഇത്രയും അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ള ആ ഒരു ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്, ഹോസ്പിറ്റൽ ഫാർമസീസ് ഒഴികെ. പക്ഷെ നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന പേഷ്യന്റിന് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമറിന്, ഇവിടെ അധികം നമ്മൾ പേഷ്യന്റ് എന്നല്ല കസ്റ്റമർ എന്നാണ് പറയുക, പക്ഷെ എനിക്ക് അധികം പേഷ്യന്റ് എന്ന് പറയാനാണ് ഇഷ്ടം. അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, നമ്മുടെ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഫാർമസിന്റെ ലൊക്കേഷൻ അനുസരിച്ചൊക്കെ ഇരിക്കും. സോ അതിൻ്റെതായിട്ടുള്ള ചെറിയ സ്ട്രെസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഭയങ്കര സ്ട്രെസ് ഫ്രീ ജോബാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ജോബിന്റെ പോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് നാട്ടില് നിൽക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണ് ഇവിടെ വന്നിട്ട് ജോബ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലെ ഫാർമസി ഫീൽഡ് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു വാല്യൂ കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അത് ഒരു പച്ചയായ സത്യമാണ്. സോ ഇവിടെ വന്നാല് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ എല്ലാരും റെസ്പെക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് അത് അടിപൊളിയാണ്, ഭയങ്കരമാണ് കേട്ടോ. നമ്മളെല്ലാരും വന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്നും അറിയാതെ പൊട്ടത്തരം പറഞ്ഞാൽ നമുക്ക് ഒരു റെസ്പെക്റ്റും കിട്ടില്ല, വാല്യൂയും കിട്ടില്ല. കാരണം നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം,
പല പല കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ. ഒരാളുടെ ഫേസ് ടു ഫേസ് നോക്കി നിങ്ങൾ ഇത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മെഡിസിൻ എടുക്കണം, ഇത്ര നേരം കഴിക്കണം, ഇത്ര ക്വാണ്ടിറ്റി കഴിക്കണം, ഇത്ര കോൺസെൻട്രേഷൻ കഴിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്ക് നോളജ് വേണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഒന്നും ചെയ്യാതെ ഇന്ന് പോവാം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടാവില്ല, നമ്മളൊന്നും അപ്ഡേറ്റ് ആവില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ജോബ് കിട്ടിയ ശേഷം വരുന്ന ചലഞ്ചുകളാണ്. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ CV ഇങ്ങനത്തെ നൗകരി, ലിങ്ക്ഡിൻ അങ്ങനത്തെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഹോസ്പിറ്റലിലോ ഇങ്ങനത്തെ ഫാർമസിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ഷൻ ഉണ്ടാവും. ഓഫ്കോഴ്സ് മാനേജ്മെന്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അവര് വഴി റെക്കമെൻഡേഷൻ വഴി ജോബ് കിട്ടാം. അങ്ങനെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതും ഒരു ചാൻസ് ആണ്. അതും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് തന്നെയാണ്. പിന്നെ വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞില്ല, സാലറി റേഞ്ചും പറഞ്ഞില്ല. നാട്ടിലെ സാലറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാലറി എത്രയോ ബെറ്റർ ആണ്. പിന്നെ സിംഗിൾ ഫാർമസി, അതായത് ഇപ്പൊ ഒരു ഫാർമസി മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ സാലറി കുറവായിരിക്കും. ചെയിൻ ഫാർമസീസ് അവരെക്കാട്ടും കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ മാനേജ്മെന്റിനെയും നമ്മുടെ ഫാർമസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാലറി റേഞ്ച് വരുന്നത്. എങ്ങനെയായാലും അത്യാവശ്യം മോശമല്ലാത്തൊരു സാലറി ഫാർമസി ഫീൽഡിനുണ്ട്. പിന്നെ ഇപ്പൊ ഭയങ്കര ടൈറ്റ് ആണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും എന്റെ ഒരുപാട് ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് എന്റെ കമ്പനീന്റെ തന്നെ മെയിൽ ID കൊടുത്തിട്ടും അവര് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ജോബ് കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് നേരം ഒരുപാട് ടൈം അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ഫാർമസികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുതിയ സ്റ്റാഫിന്, അതായത് ഫ്രഷേഴ്സിന് ജോബ് കിട്ടാനും കുറച്ച് ടൈറ്റ് ആണ്. എല്ലാ ഫീൽഡിലെയും പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കിട്ടാണ്ടൊന്നും ഇരിക്കില്ല, കുറെ ട്രൈ ചെയ്യണം. ബാക്കിയുള്ള ഫീൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ, ഫാർമസിയിൽ ജോബ് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ വേറെ ഒരുപാട് ജോബ് അന്വേഷിക്കുന്നവരില്ല, അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഓഫ്കോഴ്സ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല പ്ലസന്റ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട്, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. പിന്നെ ലാംഗ്വേജ് ഉണ്ട്, ലാംഗ്വേജ് ബാരിയർ ഒരു കാര്യം തന്നെയാണ്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് ഓഫ്കോഴ്സ് വരുന്നവർക്ക് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും ലാംഗ്വേജിന്റെ. സോ സ്റ്റാർട്ടിങ്ങിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരുള്ളൂ. പിന്നെ അത് ഭയങ്കര സ്മൂത്തായി നിങ്ങൾ ട്രാക്കിലാവും. അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത്രയും ഡിഫിക്കൽട്ട് ഉള്ളവർക്കാണെങ്കിൽ സ്വയം തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ മെച്ചപ്പെടുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ജോബ് എന്നൊക്കെ പറയുന്നത് ഓഫ്കോഴ്സ് കുറച്ചൊരു ലക്കും കൂടിയാണ്. നമുക്കൊരു നല്ല സ്ഥലത്ത് ജോബ് കിട്ടുക എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇത് 100% ശരിയാണെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ എഫേർട്ടും വേണം, കുറച്ചൊരു ലക്കും കൂടെ നമുക്ക് വേണം. പക്ഷെ വെറുതെ ലക്ക് നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് വഴി HR മെയിൽ ID ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് CV അയക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാനിത് ഫാർമസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ പ്രൊഫഷൻ ആയാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് ജോബ് എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് വിൽ ബി സംടൈംസ് നമ്മുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സാലറി ചിലപ്പം കുറവായിരിക്കും, നമുക്ക് കുറെ ചലഞ്ചസുകൾ ഉണ്ടാവും, സ്ട്രെസ്സുകൾ ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ആ ഒരു പീരീഡ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നമ്മളൊരു ബെറ്റർ പൊസിഷനിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബെറ്റർ സാലറിയിലേക്കായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള പ്ലേസിലേക്ക് നമ്മൾ എത്തും. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോവുക. സോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി DHനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ 2 years ആയിട്ടുള്ളൂ DHന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും, എൻ്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസും, ഞാൻ എങ്ങനെയാണ് ജോബിലേക്ക് എത്തിയെന്നുള്ളതും, പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ടിപ്സും, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നത്തെ വീഡിയോ കുറച്ചാൾക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.